രാഹുൽ ഈശ്വർ ജയിലിലായി. അപ്പൊ അതിന് അവന്റെ ആളുടെ ഭാര്യ ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്, ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ഇര എന്ന് പറയുന്നത്, ഇര എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ രണ്ട് വ്യക്തികളിൽ ശരിയും തെറ്റും രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും. ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാളെങ്ങനെ. അപ്പോൾ അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പോൾ ബെയിൽ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ്. അതായത് ഇര എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല, ഒരു ഇരയല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, വളരെ നല്ല രീതിക്ക് തെറ്റുണ്ട്. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല വെള്ള പൂശുന്ന രീതിയിൽ സംസാരിച്ചു. ആ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ തെറ്റുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഇര അതിജീവിത എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിജീവിതയല്ല. ഓക്കെ, ഭർത്താവായിട്ട് പ്രശ്നം വന്നപ്പോ ചിലപ്പോ ഒരു പ്രവർത്തകനെ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ അത് വേറെ രീതിക്ക് പോയി. പക്ഷെ അത് സമ്മതത്തോടു കൂടിയാണ്, ഒരിക്കലും പീഡനോ കാര്യങ്ങളോ അല്ല. അത് ഇങ്ങനത്തെ രീതിക്ക് കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പൊ രണ്ട് ഭാഗം തെറ്റുണ്ട്. രാഹുലിന്റെ ഭാഗം തെറ്റുണ്ട്, ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പോൾ ഒരിക്കലും ഇര എന്ന വാദം അവിടെ ചെയ്തു. ഓക്കെ, ഇങ്ങനത്തെ കംപ്ലൈന്റ് കിട്ടി, അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് രാഹുലിന്റെ കേസ് എടുത്തിട്ട് അത് ഇതാക്കാം. അത് പക്ഷെ ഇതിങ്ങനെ പോലീസും അതുപോലെ തന്നെ ബാക്കിയുള്ള കളികളും കളിക്കുമ്പോൾ അതിലാണ് നമുക്ക് പ്രശ്നം. ഒരിക്കലും ആ പെൺകുട്ടി ഒരു ഇരയോ ഒരു അതിജീവിതയോ അല്ല, അങ്ങനത്തെ രീതിയിൽ വന്നിട്ടില്ല. അതിജീവിത എന്ന് പറയുമ്പോൾ അത്രയും ഒരു റേപ്പ് കേസായി എടുക്കരുത്. റേപ്പ് കേസ് അല്ല, അതൊരു റേപ്പ് അല്ല. ഇത് രണ്ടുപേർക്കും സമൂഹത്തോട് സംഭവം ചെയ്താണ്. അപ്പോൾ അതിജീവിത എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇരയാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് ആവരുത്. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് ഈ പ്രശ്നം വരിക. കാരണം പെണ്ണുങ്ങള് കുറച്ചു കാലം കഴിഞ്ഞാൽ നോക്കിയോ, ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഈ അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ആ സ്ത്രീകൾക്കും കൂടി ഉള്ള പ്രശ്നങ്ങളാണ് ഈ ഇന്നത്തെ ഒരു കേസിൽ വരുമ്പോ അത് മാറിപ്പോവുക, വിശ്വസിക്കാതിരിക്കുക, നമ്മുടെ ജനങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ വേറെ എന്താ വെച്ചാൽ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് എടുക്കാൻ നിയമം, പോലീസ് ഉണ്ട്. ആണുങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളില്ല. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് കുറെയൊക്കെ ശരികളുണ്ട്. കാരണം ആൺകുട്ടി എന്ന് പറഞ്ഞ പുരുഷന്മാരെ അങ്ങനെ താറടിച്ചുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് മിണ്ടിക്കഴിഞ്ഞാൽ ജയിലിലാവുന്ന അവസ്ഥയാണ്. ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ജയിലിലാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കൊണ്ടുപോയി നടക്കുന്നത്. അപ്പോ അത്രയും പുരുഷ സമൂഹത്തെ അത്രയും താറടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് സംസാരിക്കല്ല. ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അവരെ എങ്ങനെ അതിജീവിത എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര ദേഷ്യവും വിഷമവുമാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.